നന്ദി ധനേഷ് ഡോക്ടറെ. IFPHന്റെ 1534 ദിവസത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ പി ഷൈലയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യൂ. ഡോക്ടർ കോഹോസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ മനോജ്. മെഡിക്കൽ ടൂറിസം, ഹോമിയോപ്പതിയുടെ സാധ്യതകളും ആഗോളതലത്തിലുള്ള അവസരങ്ങളും എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രത്യേക പരിപാടിയാണ് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ മലയാളം സെഷനിൽ നടക്കുന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ഈ വിശേഷപ്പെട്ട പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുന്നത് ഡോക്ടർ ഐസക് മത്തായി സാറാണ്. അദ്ദേഹം ഹോമിയോപ്പതിയിൽ MDയും MRCH ഇൻ ലണ്ടൻ, അതുപോലെ തന്നെ FF ഹോമിയോപ്പതി, അത് സൗഖ്യ ബാംഗ്ലൂർ അവിടെ ഈ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ എന്ന നിലയിലെല്ലാം ശോഭിക്കുന്ന ഡോക്ടറാണ് നമുക്കിന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നത്. അദ്ദേഹം ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നത് നമ്മളെ ഭാഗ്യമായി കരുതുന്നു. ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിക്കാനായി എത്തുന്നത് ഡോക്ടർ ജോസ് ഐസക് സാറാണ്. അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രൊഫസറായി റിട്ടയർ ചെയ്ത വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തുന്നത് ശാരദാകൃഷ്ണ മെഡിക്കൽ കോളേജ്. വളരെ നല്ല രീതിയിലും പ്രശസ്തിയിലും എത്തി നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ശാരദാകൃഷ്ണ മെഡിക്കൽ കോളേജ്. ആ കോളേജിന്റെ പ്രിൻസിപ്പളാണ് സുഗതൻ സാറ്. അദ്ദേഹത്തെയും ഞാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഈ വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്തുവാനായി എത്തുന്നത് നമ്മുടെ ഹോമിയോപ്പതി സ്നേഹി കൂടിയായ ഫരീദ് ബാവ ഖാൻ സാറാണ്. അദ്ദേഹം മുൻ അഡീഷണൽ കമ്മീഷണർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആ സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി പറയുവാനായി എത്തുന്നത് നമ്മുടെ റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ മറിയാമ്മ ജോണാണ്. അവരെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ വ്യത്യസ്തമായ പരിപാടികൾ സൂമിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ മനോജാണ്. അദ്ദേഹമാണ് ഇന്നത്തെ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്നതും. അദ്ദേഹത്തിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ എൻ്റെ നന്ദി പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദിയല്ല, സ്വാഗത പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ശൈല. കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഏറ്റവും ഉത്തമനായ വ്യക്തി ആര് എന്ന ചിന്ത എത്തിച്ചത് ഡോക്ടർ ഐസക് മത്തായിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തെ പോലെ സർവ്വതാ യോഗ്യനായ ഒരാള് ബാക്കി ഒരു പക്ഷേ ഇപ്പൊ എന്നെ പോലെ ധനേഷ് ഡോക്ടറെ പോലുള്ളവർക്ക് പറഞ്ഞ അവർ ചെറിയ സ്പെക്യുലേഷൻ, ഊഹം വെച്ച് പറയുന്നതാണ്. പക്ഷെ ശരിക്കും അതിനെ 100% പ്രായോഗികമായി സാക്ഷാത്കരിച്ച ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ഐസക് മത്തായി എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യൂ സാർ, അൺമ്യൂട്ട് ചെയ്യൂ. Unmute you. Okay. Hello. Thank you, Dr. Manoj, and thank you so much for Dr. Shaila for your nice words. And first of all, I have to thank Dr. Danesh for convincing me. എന്നോട് ഒരുപാട് നിർബന്ധമായിട്ട് പറഞ്ഞു ലേറ്റ് ഈവനിങ്ങിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ വരാൻ. പക്ഷേ ഈ സബ്ജക്റ്റ് എൻ്റെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടും കൂടുതൽ ഹോമിയോപ്പതിയേക്കാളേറെ ഈ ഒരു ഏരിയയിൽ 10-30 വർഷം പ്രവർത്തിച്ച് സക്സസ്ഫുള്ളായി നടത്തുന്നതുകൊണ്ട് അത് ഈ ഒരു ആസ്പെക്റ്റ് ഇപ്പോൾ ഹോമിയോപ്പതി എങ്ങനെ ഒരു മെഡിക്കൽ ടൂറിസത്തിന്റെ സാധ്യതകളെ പറ്റി ഒന്ന് സംസാരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ ജോസ് ഐസക്
അദ്ദേഹത്തിന്റെ ഫാദറിനെ എനിക്കറിയാവുന്ന ആണ്. അദ്ദേഹം വിദേശത്തുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. ഡോക്ടർ സൂദനെയും അവരുടെ കോളേജിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ മനോജ്, താങ്ക് യു ഫോർ മോഡറേറ്റിംഗ് ദിസ് ഇവന്റ്. ആൻഡ് ഡോക്ടർ മിസ്റ്റർ പരീത് ബാവ ഖാൻ, അദ്ദേഹം പ്രഭാഷണം പിന്നെ നടത്തുന്നു. സോ തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത് 10-40 വർഷത്തെ മുമ്പിലുള്ള ചിന്തയിൽ നിന്നാണ് ആദ്യം ഹോമിയോപ്പതിയുടെ കൂടെ എങ്ങനെ യോഗ പ്രാക്ടീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വന്നത്. അത് ഞാൻ വയനാട്ടിൽ എൻ്റെ മദറിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതൊരു സംയോജിത ചികിത്സാ പദ്ധതിയുടെ ഭാഗമാണെന്ന് വേണമെന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ പറയുന്നത് ഹോമിയോപ്പതിയുടെ കൂടെ എല്ലായ്പ്പോഴും ഏത് കാര്യത്തിലും യോജിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് യോഗ. അത് യോഗ നിങ്ങൾ തന്നെ പഠിക്കണമെന്നില്ല, ഡോക്ടർമാർ പഠിക്കണമെന്നില്ല. നിങ്ങളൊരു യോഗ തെറാപ്പിസ്റ്റിനെയോ യോഗ എക്സ്പേർട്ടിനെയോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യത്തക്കോണം കൂട്ടിയാൽ തന്നെ ചെയ്യാം. പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാവുന്ന നോസ് വാഷിങ്, ബ്രീത്തിങ് ടെക്നിക്ക്, ഇതെല്ലാം നമ്മൾ തന്നെ പഠിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ കൺസൾട്ടേഷൻ മുമ്പിൽ തന്നെ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിൽ ഉപരിയായിട്ട് ഒരു ഹോമിയോപ്പതി ആസ്പിനോ നമ്മളെപ്പോഴും ഒരു മരുന്ന് കൊടുത്ത് അവരെ കിടത്തി ചികിത്സിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും യോഗയ്ക്ക് കഴിയും. ഞങ്ങൾ ഈ ടൂറിസം നാഷണൽ ഓർ ഇന്റർനാഷണൽ ടൂറിസം ഞങ്ങളിപ്പോൾ 25 വർഷമായിട്ടാണ് സൗഖ്യ പ്രൊജക്റ്റ് മുന്നോട്ട് വന്ന് കഴിഞ്ഞ 20 വർഷമായി ഞങ്ങൾ 120 രാജ്യങ്ങളിൽ നിന്നും പേഷ്യൻസിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ തുടക്കം ലണ്ടനിൽ ഞാൻ ചെയ്തിരുന്നത് ഹോമിയോപ്പതിയുടെ കൂടെ തന്നെ യോഗയാണ്. അപ്പോൾ പേഷ്യൻസ് വന്ന് താമസിച്ച് കഴിയുമ്പം ആദ്യ കാലത്ത് ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ഞാനായിരുന്നു യോഗ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം മറ്റുള്ള യോഗ തെറാപ്പിസ്റ്റിൽ ചെയ്തു തുടങ്ങി. അപ്പോൾ ഈ ഹോമിയോപ്പതിയുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലും ഏറ്റവും നന്നായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഒന്നുമില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് യോഗ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഒരു യോഗ കൂടിയ ഒരു റെസിഡൻഷ്യൽ റിട്രീറ്റ് അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഹീലിംഗ് സെന്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് സെന്റർ എന്ത് പേരിട്ടാലും ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻവയറമെന്റോട് കൂടി. കാരണം ഞാനിപ്പോൾ പറയും, ഞങ്ങളിവിടെ സൗഖ്യയിൽ 30 ഏക്കർ സ്ഥലത്തുള്ള ഓർഗാനിക് ഫാമും ട്രീകളും മരങ്ങളും അതെല്ലാം ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഹീലിംഗ് സാഞ്ചുറിയാണ്. ആ ഹീലിംഗ് സാഞ്ചുറിയിൽ തന്നെ ഒരു പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ അവിടെ സമയം സ്പെൻഡ് കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹീലിംഗ് നടക്കും, പ്രത്യേകിച്ച് ക്യാൻസർ കേസസോ അതുപോലെ ക്രോണിക് ഡിസീസസിനെല്ലാം. അപ്പം ഈ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുന്ന കൂടുതൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ അതൊരു വളരെ അട്രാക്ഷൻ ആയിട്ടുള്ള, ടൂറിസത്തിന് വളരെ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി ചെയ്യാൻ പറ്റുക നമ്മുടെ സാമുൽ ഹനുമാൻ തന്നെ പ്രൊമോട്ട് ചെയ്തതാണ് നാച്ചുറോപ്പതിക് ട്രീറ്റ്മെന്റ്. അത് നാച്ചുറോപ്പതി എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ നാച്ചുറോപ്പതിയിലുള്ള ഒരുപാട് ട്രീറ്റ്മെന്റുകൾ, വൈട്രോതെറാപ്പി, വാട്ടർ തെറാപ്പി, മഡ് തെറാപ്പി, സൺ തെറാപ്പി, ഇങ്ങനെയുള്ള ഒരുപാട് തെറാപ്പികൾ നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയുടെ കൂടെ ഏറ്റവും ഉചിതമായിട്ട് കൊണ്ടുപോകുന്ന ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴും പല ഡിസീസ് കണ്ടീഷൻസിനും ലിവർ റിലേറ്റഡ്, മെറ്റബോളിക് റിലേറ്റഡ്, ഡയബറ്റിസ് എല്ലാം ഈ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറോപ്പതിക് മെത്തഡോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് മാത്രമല്ല നമ്മുടെ മരുന്നുകളുടെ എഫക്റ്റ് പോലും വളരെ ബെറ്റർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ആയിക്കോട്ടെ, ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ലിവർ ഡിസീസ് ആയിക്കോട്ടെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷെ നല്ലത് എപ്പോഴും അത് അസോസിയേറ്റ് ചെയ്യാനായിട്ട് നാച്ചുറോപ്പതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ ഇപ്പം ഇഷ്ടംപോലെ കർണാടകയിൽ അവൈലബിൾ ആണ്. മലയാളികൾ ഒരുപാട് ഡോക്ടർമാർ നാച്ചുറോപ്പതിയിൽ ക്വാളിഫൈഡ് ആണ്. അങ്ങനെ ഒരു നാച്ചുറൽ ഡോക്ടറെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഹോമിയോപ്പതിക് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് സെന്റർ ആണെങ്കിൽ റെസിഡൻഷ്യൽ ആയിട്ട് ആൾക്കാർ താമസിക്കുകയും അവരുടെ ജീവിത ശൈലിയും ജീവിത രീതിയും ഭക്ഷണക്രമങ്ങളും വെസ്റ്റേൺ ഡയറ്റ് മാനേജ്മെന്റ് അല്ല, അതിനേക്കാൾ വളരെ വ്യത്യാസമുള്ള ഗാന്ധിജിയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന നാച്ചുറോപ്പതിക് ഡയറ്റ് മാനേജ്മെന്റ് നമ്മുടെ മരുന്നുകൾ കൂടുതൽ ഉചിതമായിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഹോമിയോപ്പതി നാച്ചുറോപ്പതിയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഞാൻ ലണ്ടനിൽ ചെയ്തിരുന്നപ്പോൾ അവിടെ നാച്ചുറോപ്പതിയും അക്യുപഞ്ചറും സ്പിരിച്വൽ ഹീലിങ്ങും അങ്ങനെയുള്ളതായിരുന്നു ഹോമിയോപ്പതിയോടുകൂടെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് അമേരിക്കയിൽ യൂറോപ്പിൽ നിന്നുള്ള പേഷ്യൻസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സാധ്യതകൾ നോക്കിയപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ആയുർവേദത്തിന് 10-25 വർഷം മുമ്പ് ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു ഇന്റർനാഷണൽ പേഷ്യൻസിന്. അതുകൊണ്ട് ആയുർവേദം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആയുർവേദം, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, അക്യുപഞ്ചർ, തെറാപ്പറ്റിക് യോഗ, പിന്നെ ഹീലിംഗ് സാഞ്ചുറി. അപ്പൊ ഞാൻ പറയുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് അങ്ങനെ ആയുർവേദത്തിലും പോലും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. ഇതെല്ലാം ഹീലിങ്ങിനെ
പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ഒന്നിൽ യോഗയും ഹോമിയോപ്പതിയും മാത്രം, വേറെ എന്നുള്ളത് ഹോമിയോപ്പതി നാച്ചുറോപ്പതിയും ഹോമിയോപ്പതിയും മറ്റ് സിസ്റ്റംസ് എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു സംയോജിത ചികിത്സയാണ് പല മോഡൽസ് നടക്കാവുന്നത്. അതിലുള്ള പ്രധാനമായ കാര്യം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് വരാനും വന്ന് താമസിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ അടുത്തല്ല, മറ്റൊരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നാച്ചുറോപ്പതി മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂരിൽ 3-4 ഇൻസ്റ്റിറ്റ്യൂഷൻ 1500-2000 ബെഡുള്ള ടോട്ടൽ നാച്ചുറോപ്പതി 3-4 ഇൻസ്റ്റിറ്റ്യൂഷൻ ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. അവിടെ എല്ലാം ഇഷ്ടംപോലെ പേഷ്യൻസ്, ഇന്ത്യൻ പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യയെ ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇപ്പം നടത്തുന്ന വേറൊരു മാനേജ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അത് പോലും ഒരു ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്തൊരു പെർ പേഷ്യൻ്റ് ഒരു 10,000-20,000 രൂപ ചാർജ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ ഫോർച്ചുനേറ്റ്ലി ഇപ്പം ഇൻഷുറൻസ് ഇത് കവർ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് മോദിജിയുടെ പ്രഷർ കൊണ്ട് ഇപ്പം ഇൻഷുറൻസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു കാര്യം ഫൈനാൻഷ്യലായിട്ട് വളരെ വയബിൾ ആയിരിക്കും. കാരണം ഒരു പേഷ്യൻ്റ് ആ ഒരു റേഞ്ചിൽ 10,000 to 20,000 റേഞ്ചിൽ ചാർജ് ചെയ്താൽ പോലും അക്കോമഡേഷനും ഫുഡും ട്രീറ്റ്മെൻറ്റും ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹീലിംഗ് പ്രോസസ്സും കുറേ കൂടി ബെറ്റർ ആയിട്ട് നടക്കാൻ സാധിക്കും. അപ്പം അതിലേക്കൊരു ടൂറിസത്തിലേക്ക് പോയ ആദ്യം ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ അതിനുപരിയായിട്ട് യൂറോപ്പിലും വിദേശത്തു നിന്നുള്ളവരെ കൊണ്ടുവരാം. അല്ലാതെ നമുക്കൊരു പേഷ്യന്റിനെ കൊണ്ട് നമുക്കൊരു ഡോസ് മരുന്ന് കൊടുത്തു, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് മരുന്ന് കൊടുത്തു, 1 മാസത്തേക്ക് മരുന്ന് കൊടുത്താൽ മരുന്ന് കൊണ്ട് മാത്രം ഒരാളെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ പ്രയാസമാണ്. അതിന് നല്ല അവർക്കുമുള്ള മറ്റ് ഹീലിംഗ് ടെക്നിക്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതി ആ രീതിയിൽ ഒരു ഇന്റഗ്രേഷൻ വിത്ത് നാച്ചുറോപ്പതി, ഇന്റഗ്രേഷൻ വിത്ത് യോഗ കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയാൽ വളരെ ഇതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പല ഡോക്ടർമാരും വിദേശങ്ങളിലെല്ലാം പേഷ്യന്റിനെ കാണുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, ഹോമിയോപ്പതിയിൽ ഞാൻ ലോകം മുഴുവൻ ഉള്ള അതിപ്രഗത്ഭരായ ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടും അവരുടെ പ്രാക്ടീസുകളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ ഡോക്ടർമാരുടെ പല രീതിയിൽ ഡോക്ടർമാരുടെ ആ കഴിവുകളും ആ ഇൻസൈറ്റും അവരുടെ യൂസ് ഓഫ് മെഡിസിൻസും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഹോമിയോപ്പതി ഉണ്ട് കേരളത്തിൽ. പക്ഷെ അതെല്ലാം എടുത്താലും വളരെ നല്ല രീതിയിലുള്ള ഹോമിയോപ്പതിയാണ് കേരളത്തിലുള്ളത്. അത് നമുക്ക് മുതലായിക്കൊണ്ട് ഒരു ഹോമിയോപ്പതി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹീലിംഗ് സെന്ററോ ടൂറിസം റിലേറ്റഡ് സെന്റേഴ്സ് ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയാൽ അതിന് തീർച്ചയായിട്ടും നല്ല ഫോക്കസ് ഉണ്ട്. എനിക്ക് വാണിംഗ് തരാനുള്ളത്, നമ്മൾ പല ആൾക്കാർ ഈ ചാർജ് ചെയ്യുന്നതിനെ പറ്റി വലിയ മടിയുള്ള ആളാണ്. ഞാൻ ഈ ബാംഗ്ലൂർ തുടങ്ങിയ കാലത്ത് ഞാനിവിടെ എൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്, അന്ന് നമ്മൾ നല്ല ഡോക്ടറാണ്, നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും മടിക്കേണ്ട കാര്യമില്ല. പേഷ്യന്റ് വരുന്നത് നമ്മൾ ചീപ്പായതുകൊണ്ടല്ല. ഞാനെപ്പോഴും പറയും ഹോമിയോപ്പതി ഈസ് ചീപ്പ്, ബട്ട് ഡോക്ടർ ഈസ് നോട്ട് ചീപ്പ്. പേഷ്യന്റ് വരുന്നത് നമ്മൾ നല്ല ഡോക്ടർ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു അലോപ്പതി ഡോക്ടർ കൊടുക്കുന്നതിനാണ് കൂടുതൽ ഫീസ് തരാൻ എല്ലാ തരത്തിലുള്ള പേഷ്യൻസും തയ്യാറാണ്. പക്ഷെ ഹോമിയോപ്പതിക്കാർക്ക് ഒരു ചെറിയൊരു ആശങ്കയുണ്ട്, അവർ തരുമോ എന്നുള്ളതിൽ. അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചാർജ് ചെയ്തുകൊണ്ട് തന്നെ അഫോർഡ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് ചാരിറ്റബിൾ ആയിട്ടുള്ളവർക്ക് ഞങ്ങൾ തന്നെ 1.5 ലക്ഷം ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് 9 മരുന്ന് കൊടുക്കുന്നുണ്ട്. അതിനാരും ഞങ്ങൾ ഫോറിൻ പേഴ്സൺസ് കൊടുക്കുന്ന സെയിം മരുന്ന് തന്നെ അവർക്കും കൊടുക്കുന്നത്. അത് ചാരിറ്റി നമുക്ക് വേറെ ചെയ്യാം. പക്ഷേ പണമുള്ളവരും ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിൽ ഇൻഷുറൻസും കൂടി ഉള്ളതുകൊണ്ട് ചാർജ് ചെയ്യാനുള്ള കാരണം, അതല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് നമുക്കിത് ഇത് സസ്റ്റൈനബിലിറ്റി നടക്കില്ല. ഒരു സ്ഥലം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു 5 വർഷം 7 വർഷം കഴിയുമ്പോൾ മോഡിഫിക്കേഷൻ വരുത്തിയില്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ക്വാളിറ്റി വളരെ താഴേക്ക് പോകും. ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആൾക്കാർ അതിനെപ്പറ്റി എഗ്രി ചെയ്യും. പക്ഷെ നോൺ ചാരിറ്റി ആണെങ്കിൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഒരു 5,000 രൂപ തരുന്ന ആൾ അത് 10,000 ഡിമാൻഡ് ചെയ്യും. അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ലോങ് ടേമിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ വയബിലിറ്റി നമുക്ക് വേണം. അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ വയബിലിറ്റി ആണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയ ശേഷം അതിൽ നിന്ന് റിസർവ് ചെയ്തെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് ബിസിനസ് മോഡൽ നന്നായി കൊണ്ടുവെങ്കിൽ മാത്രമേ ഒരു ലോങ് ടൈമിലേക്ക് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ സക്സസ്ഫുൾ ആയിട്ട് വരുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു വർഷം തന്നെ 1-2 കോടി രൂപ ആവശ്യം വരും. അങ്ങനെ ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ വരുന്ന പേഷ്യൻസിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമേ ആ കോസ്റ്റിങ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്റർനാഷണൽ സെന്റർ ആയിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനുള്ള മാർക്കറ്റിങ്ങിനുള്ള ഫണ്ടും കൂടി കണക്കാക്കിക്കൊണ്ട് വേണം ഇതിലേക്ക് മുന്നോട്ട് ഇറങ്ങാൻ. അതുപോലെ ഇങ്ങനത്തെയുള്ള ഏത് ബിസിനസ്സിലേക്ക് റെസിഡൻഷ്യൽ ഹെൽത്ത് സെന്റർ ആയിട്ട് തുടങ്ങി നാഷണൽ ഇന്റർനാഷണൽ ആൾക്കാരെ നമ്മൾ അട്രാക്ട് ചെയ്യാനാണെങ്കിൽ കുറഞ്ഞതൊരു 3 വർഷമെങ്കിലും അത് കവർ ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ ഡീപ് പോക്കറ്റും വേണം. അല്ലെങ്കിൽ ലോൺ എടുത്തോ എങ്ങനെയാണെങ്കിലും ശരി, അതുപോലെ പിടിച്ചു വെക്കാനുള്ള മാനസികമായിട്ടുള്ള ഇതും വേണം. ആയുർവേദത്തിന് ഇപ്പോൾ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ നല്ലതും ചീത്തയും എല്ലാം കേരളത്തിലുണ്ട്.
ഹോമിയോപ്പതിക്ക് ഇതുവരെ എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു ഇതില്ല. നാച്ചുറോപ്പതിയുടെ പല സെൻ്ററുകൾ ഉണ്ടായിട്ടായിട്ട് ഞാൻ കേൾക്കുന്നു. അപ്പോൾ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നവരോ അല്ലാത്തവരായ ആരെങ്കിലും ഇതിലേക്ക് മുന്നോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തതിൽ വളരെ സന്തോഷം. കേരളത്തിൽ ഇതിനുള്ള സാധ്യതകൾ വളരെയുണ്ട്, കർണാടകയെക്കാളും കൂടുതലുണ്ട്. അതുകൊണ്ട് കാരണം നമുക്ക് നല്ല ഡോക്ടർമാരുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റി നിങ്ങൾ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട അഡ്വൈസ് ചെയ്യാനോ എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. നമ്മുടെ ആൾക്കാർ കൂടുതൽ ആൾക്കാർ ഹോമിയോപ്പതിക് വേൾഡിലുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇങ്ങനൊരു സംരംഭത്തിന് വളരെ സന്തോഷം. ഈ ഒരു ഇവൻ്റ് ഇന്ന് നടത്തുന്നതിനായിട്ട് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ധനേഷിനോട് നിങ്ങളുടെ ടീമിനോടുള്ള നന്ദിയും ഈ പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. വളരെ നന്ദി സാർ. എന്തുകൊണ്ടാണ് അങ്ങ് ഇത്രയും പ്രഗത്ഭനായ പ്രശസ്തനായ വ്യക്തിയായി മാറി എന്നുള്ളത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കേട്ട് എല്ലാവർക്കും ബോധ്യമുണ്ട്. വളരെ പ്രൊഫഷണൽ ആണ്. ഈ പറഞ്ഞ ദൈവത്തിനും സീസണുള്ള സീസൺ എന്നുള്ള കൺസെപ്റ്റ് വളരെ പ്രധാനമായിട്ട് തോന്നി. അതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്നുള്ള വളരെ ഗൈഡൻസ്. ഞാനിവിടെ 2 വ്യക്തികളെ പ്രത്യേകിച്ച് ഇതിനകത്ത് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം ഡോക്ടർ സുഗതൻ നല്ല ഏറ്റവും മികച്ചൊരു കോളേജാണ്, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. ഞാൻ പ്രിൻസിപ്പൽ അവിടുത്തെ മോഹൻ സാറിനോട് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞത് സുഗതൻ സാറിനെ സംസാരിക്കുന്നു. അപ്പൊ സുഗതൻ ഡോക്ടർ, അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന വേറൊരു വ്യക്തി ഡോക്ടർ ജോസ് ഐസക് സാറാണ്. ഇവർ രണ്ടുപേരെയും ഇതിലേക്ക് സ്വാഗതം പറയാൻ ക്ഷണിച്ചത് തന്നെ ആ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ഈ പരിപാടിക്ക് ആശംസ പറയാനായിട്ട് ജോസ് ഐസക് സാർ ക്ഷണിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, കൊളീഗ്സ്, നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്നത് ടൂറിസം ആൻഡ് ഹെൽത്ത് ടൂറിസവും ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ സാധാരണ ഈ ടൂറിസം എന്ന് പറയുന്നതിന്റെ തന്നെ ബേസിസ് എന്ന് പറയുന്ന ഒരു എയർ കണക്ടിവിറ്റി, അതൊരു ഫസ്റ്റാണ്. 2, നമ്മളെ റോഡിന്റെ കണക്ടിവിറ്റി, ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ. അതേപോലെ പലപ്പോഴും ഈ ഒന്നുകിൽ ഹെറിറ്റേജ് ടൂറിസം, അതും അല്ലെങ്കിൽ നമ്മൾ ഹിൽ സ്റ്റേഷൻസ്, അതല്ലെങ്കിൽ സീ ബീച്ചസ്, ഇതൊക്കെയാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഗോവയിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ വരുന്നത് ഗോവയാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോവളത്തൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതി എങ്ങനെ ഈ ഹെൽത്ത് ടൂറിസത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇത് പ്രയോജനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ രീതിയിലുള്ള ചികിത്സകളിലേക്കും കടന്നു പോകുന്ന, നമ്മളിപ്പോൾ ഹോമിയോപ്പതി ആണെങ്കിലും ഒരു സിസ്റ്റം തന്നെയാണ്. അതുപോലെ എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതിൽ എല്ലാ സിസ്റ്റത്തിനും മിക്കവാറും എല്ലാത്തിനും ഒക്കെ മരുന്നുകളും ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ജനങ്ങളുടെ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള കുറേ അസുഖങ്ങളുണ്ടാവും. അതിൽ ഒരു ഹോമിയോപ്പതിയുടെ ഏരിയ ഏതാണെന്ന് കണ്ടെത്തുക അതൊരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ആൾക്കാർ, ഇപ്പോൾ നമ്മള് ഡോക്ടർമാരെന്നുള്ള നിലയിൽ പല കാര്യങ്ങളും പറയുമെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി പോലെയുള്ള വൈദ്യശാസ്ത്രങ്ങളെ ആശ്രയിക്കുന്നത് ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ഇന്ത്യയാണ് 5 വൈദ്യശാസ്ത്രങ്ങൾ, ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്ന 5 വൈദ്യശാസ്ത്രമുള്ള ഏക രാജ്യം ഇന്ത്യയാണ്. മറ്റൊരു രാജ്യത്തും ഇതുപോലെ 5 വൈദ്യശാസ്ത്രങ്ങളൊന്നും റെഗുലേറ്റ് ചെയ്തിട്ടില്ല. പലയിടത്തും മോഡേൺ മെഡിസിൻ, അതിൽ ഇപ്പോൾ ചൈനയിലാണ് ഈ ചൈനീസ് മെഡിസിൻ, അക്യുപഞ്ചർ, അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഇന്ത്യയാണ് ഇന്ത്യ എല്ലാം ടോപ്പില്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം എന്ന് നോക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിന്റെ ഹബ്ബ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് ലോകമെമ്പാടും ഇപ്പൊ അംഗീകരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ആയുഷ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പുറത്തൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആയുഷ് മിനിസ്ട്രി പോലെയുള്ള ഒരു സംഭവം മറ്റൊരു രാജ്യത്തും ഇല്ല. അപ്പോ അവിടെയാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഹെൽത്ത് ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അലോപ്പതി കൊണ്ട്, അല്ലെങ്കിൽ അലോപ്പതി വൈദ്യശാസ്ത്രത്തിന് വലിയൊരു മാറ്റം വരുത്താൻ ഇവിടെ കഴിയുന്നു. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും മറ്റു രാജ്യങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഇതിലും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൗകര്യങ്ങളും അവിടെയുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇപ്പൊ ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെറിയ അല്ലെങ്കിൽ കുറച്ചുകൂടെ ചീപ്പായിട്ട് അന്വേഷിച്ച് വരുമ്പോഴും ഇവരുടെ എയർ ഫെയറും താമസ ചെലവുകളും മറ്റു കാര്യങ്ങളെല്ലാം നോക്കിക്കഴിയുമ്പോൾ വലിയ വ്യത്യാസം വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഇതിനെല്ലാം അപ്പുറത്ത് നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പൊ 5 തൊട്ട് 10 ലക്ഷം വരെ ആൾക്കാർ, ടൂറിസ്റ്റുകൾ വരുന്നവരെ ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിനെ ആശ്രയിക്കുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. ഇനി ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് കൂടാതെ നമുക്കാണ് യോഗ, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അഡീഷണൽസ് ആണ്. ലോകത്തിൽ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത
കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. അതിനെ വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മനുഷ്യന്റെ ലൈഫ് സ്പാൻ വളരെയധികം ഇൻക്രീസ് ചെയ്തു. 80 to 90 ഒക്കെ ആയി തുടങ്ങി. അപ്പൊ 40 വയസ്സിലെ ഗുളിക കഴിച്ച് തുടങ്ങുകയാണ്. പണ്ട് 60 വയസ്സിലെ ഡയബറ്റീസ് വന്ന 65 വയസ്സിലോ 70 വയസ്സിലോ മരിക്കുന്ന പോലെയല്ല. ഇന്നൊരു ക്രോണിക് ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് 40 കൊല്ലവും 50 കൊല്ലവും മരുന്ന് കഴിക്കുകയാണ്. അയാളുടെ കിഡ്നിയോ ലിവറോ ഒക്കെ പോകുന്നു എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. കാരണം ഇത് കണ്ടിന്യൂസ് യൂസ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ആൾക്കാർ പൊതുവെ ഇതിനെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ഓൾട്ടർനേറ്റീവ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യമാണ് വരുന്നത്. ഞാൻ പലപ്പോഴും പല വിദേശ രാജ്യത്ത് പോകുമ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം, ഇന്ന അസുഖത്തിന് മരുന്നുണ്ടോ? അതറിയാം. അതിലിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ക്രോണിക് ഡിസീസ് 5 ക്രോണിക് ഡിസീസാണ് ലോകമെമ്പാടും നമ്മൾ കാണുന്നത്. അത് നമ്മുടെ അലർജി, ആർത്രൈറ്റിസ്, ഹൈ കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതൊക്കെയാണ്. അപ്പൊ ഇത് ലോകം മുഴുവൻ ഈ പാറ്റേൺ ആണ് ഇന്നും ഉള്ളത്, ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ മേജർ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ അലോപ്പതിയിലും മോഡേൺ മെഡിസിനിലും എത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും നമുക്കറിയാം ഡയബറ്റീസിനോ അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോളിനോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ കൊടുക്കുന്ന മരുന്നുകളിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് ഒരു മെയിൻ്റനൻസ് തെറപ്പി ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു ആ രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. അതിലേക്ക് ഈ വൈദ്യശാസ്ത്രത്തിലുള്ളവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരണം. നമ്മുടെ സ്പേസ് കണ്ടെത്തുക, അതിൽ വീണ്ടും ഡെവലപ്പ് ചെയ്യുക, അതിന് അവർ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. ആ സൗകര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ടൂറിസം, ഹെൽത്ത് ടൂറിസത്തിൽ ഹോമിയോപ്പതി പോലെയുള്ള വൈദ്യശാസ്ത്രങ്ങൾക്ക് കാലുറപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം ആയുർവേദത്തിന്റെ കാര്യം. ആയുർവേദം ഇവിടെ ഹെൽത്ത് ടൂറിസത്തിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. വളരെ കുറവാണെന്നാണ് എൻ്റെ അറിവ്. പലപ്പോഴും ജെനുവിൻ ആയുർവേദം എവിടെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അത് ചോദിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ജെനുവിനായിട്ട് പലയിടത്തും അല്ലെന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ. അപ്പോ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹോമിയോപ്പതി അതിൻ്റെ തനതായ രീതിയിൽ, ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന അത്രയ്ക്ക് സ്കില്ലുള്ള കുറെ ആൾക്കാരെങ്കിലും ഇതിലേക്ക് മുന്നോട്ട് വന്നാൽ ഇത് ഫലപ്രദമാകും. കാരണം 1 or 2 ആൾക്കാർ അല്ലെങ്കിൽ 3 or 4 ആൾക്കാർ മാത്രം വിചാരിച്ചാൽ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ലോകത്തിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ചൈനയിലൊക്കെ ചെയ്യുന്നുണ്ട്. പലരും ചൈനീസ് മെഡിസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈവൻ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ടിബറ്റൻ മെഡിസിൻ, ഹിമാലയാസിൽ ടിബറ്റൻ മെഡിസിൻ അന്വേഷിച്ച് പോകുന്ന വിദേശികൾ ഒത്തിരിയുണ്ട്. അവര് ടിബറ്റിന്റെ മൊത്തത്തിൽ നോക്കിയിട്ട് അവിടെ 100 വയസ്സ് വരെയൊക്കെ ആയുസ്സുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിൽ ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിന് ടിബറ്റൻ മെഡിസിനുള്ള ഒരു സ്കോപ്പ് കണ്ടെത്തിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ മറ്റു വൈദ്യശാസ്ത്രങ്ങളും കൂടെ മുന്നോട്ട് വരിക. അതിലിപ്പോൾ യോഗ, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചതിൽ ഞാൻ IFPHന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. അത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു സന്ദേശം എത്തുകയും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ ആരെങ്കിലും ഒക്കെ നാളെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമായിട്ട് മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി സാർ. സാറിന്റെ അന്താരാഷ്ട്ര പരിചയം, ചിന്തിക്കാനുള്ള കഴിവെല്ലാം വളരെ വ്യക്തമാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് തീർച്ചയായിട്ടും നമുക്കൊരു വലിയൊരു പ്രസ്ഥാനമായി മാറാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു നല്ലൊരു ഭാവി ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് IFPH ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം 5-6 വർഷത്തെ കോഴ്സ് പഠിക്കാൻ ഇപ്പോൾ ആള് പൊതുവെ കുറവാണ്. അപ്പോൾ വീണ്ടും ഒരു പക്ഷേ പഴയ ഡിപ്ലോമ കോഴ്സ്, ഡിഗ്രി കോഴ്സ്, പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് ലോകം നീങ്ങുന്ന സംശയമുണ്ട്. എന്തായാലും ആശംസാ പ്രസംഗത്തിനായി ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ പ്രശസ്തമായ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജായ ശാരദകൃഷ്ണ കോളേജിലെ പ്രിൻസിപ്പാൾ ഡോക്ടർ സുഗതനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ മനോജ്, IFPHന്റെ 1534 ദിവസം പ്രോഗ്രാം. നമ്മുടെ IFPHന്റെ കിട്ടിയ ഏറ്റവും നല്ലൊരു ബ്രെയിനാണ് പരീത് ബാവഖാൻ സാറ്. അപ്പൊ ഞാൻ അതിനെ ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയും ഉണ്ട്. 2047 വികസിത ഇന്ത്യ വരുമ്പോൾ ആരോഗ്യരംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, നമ്മളെന്ത് തയ്യാറെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച വരുന്നുണ്ട്. എന്തായാലും പരീത് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ഐസക് മത്തായി, ഡോക്ടർ ജോസ് ഐസക് എന്നീ പ്രഭാഷണം നടത്താനുള്ള ഡോക്ടർ NB സുഗതൻ, പിന്നെ എൻ്റെ സ്നേഹിതൻ ഡോക്ടർ മനോജ്, ഷൈല, മറിയാമ്മ ജോൺ, മറ്റ് ഡോക്ടർമാർ,
ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ഇന്നോവേറ്റീവ് എന്ന് തന്നെ പറയാം. ഹോമിയോപ്പതിക് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇതിന് ഏറ്റവും പ്രധാന കാരണക്കാരൻ എന്ന് വെച്ചാൽ മനോജ് തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ എന്നും ഇതിനൊരു ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ചൊക്കെ ഒഴിഞ്ഞകമാക്കി, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ വഴങ്ങാതിരിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ഈ 2 പ്രഭാഷണങ്ങൾ കഴിഞ്ഞപ്പോഴേ എൻ്റെ പണി വളരെ ലളിതമായി എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഉദ്ഘാടകനും ജോസഫ് സാറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള പ്രഗത്ഭന്മാർ തന്നെയാണ്. NV സുഗതൻ പോലെയുള്ള ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്കും അതിൽ കൂടുതലായിട്ടൊന്നും പറയാനുള്ള കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴ് ഈ ഹോമിയോപ്പതിയെയും ടൂറിസത്തിനെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. രണ്ടും വളരെ ബൃഹത്തായ 2 മേഖലകളാണ്. അത് എങ്ങനെയാണ് പരസ്പരം പൂരകമാകുന്നതും പരസ്പരം ബെനിഫിഷ്യലാകുന്നതും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കാലം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ. ഇത് ടൂറിസത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ടൂറിസം എപ്പോഴും ടെക്നോളജി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ശരിക്കും ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടുതലായിരുന്നു. ഇപ്പം നമ്മൾ സീ പ്ലെയിനിൻ്റെ കാര്യം പറഞ്ഞത്, അപ്പോൾ അത് വന്നപ്പോഴത്തേ ടൂറിസത്തിന് കൂടുതൽ സാധ്യത വരികയാണ്. ഇപ്പോൾ ചൈനയിലാണെങ്കിൽ 2 ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ കാറുകൾ വെർട്ടിക്കലായിട്ട് മുമ്പോട്ട് പോവുക, എയറിൽ കൂടെ പോയി നേരെ താഴെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനം അവരുണ്ടാക്കുന്നുണ്ട്. അതുപോലെ നടക്കുമ്പോൾ കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന, അതായത് ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ അതിനുള്ള സംവിധാനം ചൈനയിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഇന്നോവേഷൻസ് ധാരാളം വരുമ്പോൾ ആ ഏരിയയിൽ ഈ ടൂറിസം ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ പോകാനും അതിനെ കാണാനുമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകും. പിന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ടൂറിസത്തിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അതിൽ കേരളത്തിന് മുഖ്യമായ പങ്കുണ്ട്. ഹോമിയോപ്പതിയുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രമുഖ സ്ഥാനം തന്നെ ഉണ്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല. പിന്നെ ജർമ്മനി, ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ വിസ വളരെ ലിബറലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരെ ഇഷ്ടംപോലെ അവിടെ റിസീവ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ അവിടെയും ടൂറിസത്തിനുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. സ്വിറ്റ്സർലൻഡ്, തായ്ലൻഡ്, അതൊക്കെ പോപ്പുലറായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഈ ഹോമിയോപ്പതിയിലെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം? അതിൻ്റെ വളരെ പ്രാധാന്യമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഹോളിസ്റ്റിക് വെൽനെസ് എന്ന് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതിയെ കാണുന്നത്. കൂടാതെ ഈ ക്രോണിക് ഡിസീസ് മാനേജ്മെൻറ്റിൽ ഇപ്പം നമ്മുടെ ഹോമിയോപ്പതി വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. പ്രിവെൻറ്റീവ് കെയറിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ കാലത്ത് തെളിഞ്ഞു ശരിക്കും പറഞ്ഞാൽ പ്രിവെൻറ്റീവായിട്ട് കാര്യമായിട്ട് ചെയ്യാൻ ഹോമിയോപ്പതിക്ക് പറ്റും. ഇപ്പോഴും നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞ പോലെ ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. മറ്റുള്ള ശാഖകളെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ടൂറിസവും അത് ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെടുത്തി മുമ്പോട്ട് പോകാനുള്ള സ്കോപ്പ് വളരെ ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്കൊന്നും ഒരു കാര്യവും ടൂറിസത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് തന്നെ ടൂറിസത്തിന് വേണ്ടി വരും. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നീഡ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ ഈ അക്രഡിറ്റഡ് ക്ലിനിക്സ് ആൻഡ് ഹോസ്പിറ്റൽസ് അത് വളരെ ആവശ്യം. നമ്മുടെ ഹോമിയോപ്പതിയിൽ നമുക്ക് ധാരാളം ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും ഈ രീതിയിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ക്ലിനിക്കലിൻ്റെ അഭാവം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ട്രെയിൻഡ് പ്രാക്ടീഷണേഴ്സ് ആൻഡ് സ്റ്റാഫ് അത് നമുക്ക് ധാരാളമുണ്ട്. ഹോമിയോപ്പതിയിൽ നല്ല വിദഗ്ധരായ ഡോക്ടർമാരെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ IFPH വന്നപ്പോൾ എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ അതിൽ വളരെ ബൃഹത്തായ ഒരു ഏരിയയാണ്. അതിൽ നമ്മളൊരു ഫോക്കസ് ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ അതിൻ്റെ
റിക്വയർഡ് ഫോക്കസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. നമ്മുടെ എല്ലാ ഡോക്ടർമാർക്കും ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട രോഗങ്ങളെ ചികിത്സിച്ച് മാറ്റാൻ സാധിച്ചിട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട്. യാതൊരു സംശയമില്ല, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അത് ഡോക്യുമെൻ്റ് ചെയ്യുകയും ഒരു റിസർച്ച് മോഡിൽ അത് പബ്ലിഷ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ടൂറിസത്തിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ വിലയിരുത്തൽ. പിന്നെയുള്ളത് മാർക്കറ്റിംഗ്. നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ അത് ചിലവുള്ള കാര്യമാണെങ്കിൽ പോലും അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഈ ടൂറിസവും ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ. പിന്നെ ഗവൺമെൻറ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോഴും നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരാം. അത് പ്രതികൂലമല്ലാത്ത കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ഒരു കൂട്ടായ ശ്രമം നമ്മളിപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻഷുറൻസ് കവറേജിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു, അതൊരു വലിയ നേട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഈ ഇൻഷുറൻസ് കവറേജ് ഹോമിയോപ്പതിക്ക് വന്നു ചേരുക എന്നുള്ളതും ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട ഏണി തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് മെയിനായിട്ട് എനിക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പം ചലഞ്ചസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇപ്പം നമ്മൾ തന്നെ ഈ ഹെൽത്ത് ബിൽ പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ചലഞ്ച് തന്നെയാണ് കാര്യത്തിൽ. അവയർനെസ് ക്രിയേഷൻ, ഈ അവയർനെസ് ക്രിയേഷൻ എന്ന് പറയുന്നതിൽ IFPH പോലെയുള്ള സംവിധാനങ്ങൾ വളരെയധികം മുൻപോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഹോമിയോപ്പതിയെക്കുറിച്ച് ജനങ്ങളിൽ അറിയാൻ പറ്റിയ ഒരു സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ IFPH. അത് കുറേ കൂടെ വിപുലമാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ നമുക്ക് പല ഭാഷകളിൽ IFPHൻ്റെ പിന്നെ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, തമിഴിൽ തുടങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ആ രീതിയിൽ അവയർനെസ്, ജനങ്ങളുടെ പങ്കാളിത്തം ഇതിലുണ്ടായാൽ മാത്രമേ നമുക്ക് ഈ രണ്ട് മേഖലകളെയും, അതായത് ടൂറിസത്തിനെയും അതുപോലെ തന്നെ പിന്നെ ഹോമിയോപ്പതിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ഇതിൽ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു പറയേണ്ട ഒരു കാര്യമാണ്. ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ് ആൻഡ് അസോസിയേഷൻസ്. ഒന്ന്, IFPH ഒരു പ്രധാനപ്പെട്ട കീ സ്റ്റേക്ക് ഹോൾഡറിൽപ്പെടുന്നതാണ്. ഗവൺമെൻറ് ആൻഡ് ഹെൽത്ത് മിനിസ്ട്രീസ്. പിന്നെ ഉള്ളത് ടൂർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ട്രാവൽ ഏജൻസീസ്. ഇൻഷുറൻസ് കമ്പനി, ഇപ്പോൾ പറഞ്ഞില്ലേ ഇൻഷുറൻസിൻ്റെ കാര്യം. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, അത് നമ്മൾ പ്രത്യേകിച്ച് ഹോമിയോപ്പതിയുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 5-6 കാര്യങ്ങളാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ളത്. ഇവരിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് കോർഡിനേഷൻ ഉണ്ടാവണം ഇതിനകത്ത്. ഈ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഹോമിയോപ്പതിയെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ രണ്ട് ഭാഗത്തിനും, അതായത് ഹോമിയോപ്പതിക്കും അതുപോലെ തന്നെ ടൂറിസത്തിനും പ്രയോജനപ്പെടുത്താനും ഈ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ കൊണ്ട്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കോർഡിനേഷൻ കൊണ്ട് സാധിക്കും. ഇതിൽ നമ്മൾ IFPHനുള്ള റോൾ ഭയങ്കരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. എത്രയോ ആൾക്കാരെ IFPH ഇതിൻ്റെ അവയർനെസ് ഉണ്ടാകുന്നു, ഇത് എഫിക്കസി എന്താണെന്നും ഈ ഹോമിയോപ്പതി മരുന്നിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ അനുഭവിച്ചറിയുന്നവർ നേരിട്ട് വന്ന് പറയുന്നു. ഡോക്ടർമാർ അവരുടെ പിന്നെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇത് പോലെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലൊരു സർവീസാണ് ശരിക്കും IFPH ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ മനോജ് ഒരിക്കൽ പറയാമെന്ന് ഡോക്ടർ നജീബ് കിംസിൽ വന്നപ്പോൾ, നമ്മുടെ ഇതിൽ ഫോറത്തിൽ വന്നപ്പോൾ പറഞ്ഞു അവർ റെഡിയാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്കത് മുതലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, അതാണ് ഇത് ഒരു കാര്യം അതിനകത്ത് വേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസർച്ച്. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ. ഇത് തീർച്ചയായിട്ടും ഏത് ഹെൽത്ത് ശാഖയിലാണെങ്കിലും ആവശ്യമാണ്. ഇന്നത്തെ കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് കുറേയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ IFPH കൊണ്ട് സാധിക്കുന്നുണ്ട്. കുറേ കൂടെ കൊമേഴ്ഷ്യലായിട്ടും പ്രൊഫഷണലായിട്ടും ഇതിൻ്റെ പ്രൊമോഷനിൽ ടേക്കപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെയുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് നമുക്ക് വളരെയധികം സാധ്യതകളാണുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നേച്ചർ, അതായത് പ്രകൃതി ഭംഗി,
എന്തുകൊണ്ടും എവിടെ പോയാലും പിടിച്ചു നിൽക്കത്തക്ക രീതിയിൽ കേരളത്തിലെ ആ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചറിലെ കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. റോഡുകളിലും അതുപോലെ തന്നെ പണ്ട് ഈ എക്സ്പ്രസ് ഹൈവേ അന്ന് വന്നിരുന്നെങ്കിൽ ഇന്നത്തെ ടൂറിസത്തുമൊക്കെ വളരെയധികം അത് അന്ന് കളഞ്ഞു. ഇന്ന് നമ്മളെ NH ഒക്കെ കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറില്ല, കണക്ടിവിറ്റി, ജോസഫ് സാർ പറഞ്ഞ പോലെ കണക്ടിവിറ്റി എന്ന് പറയുന്നതിൽ റോഡിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിന് വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്താലേ അത് ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ടൂറിസം ഡെവലപ്മെൻറ്റ് കൊണ്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഗവൺമെൻറ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വേസ്റ്റ് അല്ല. ശരിക്കും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കാണെങ്കിൽ കോസ്റ്റൽ വെൽനസ് ഡെസ്റ്റിനേഷൻ ഉണ്ട്, പിന്നെ ബാക്ക് വാട്ടേഴ്സ് റിട്രീറ്റ്സ് ഉണ്ട്, ഹെറിറ്റേജ് ടൂറിസം ഉണ്ട്, ഇക്കോ ടൂറിസം. ഇതൊക്കെ നമ്മുടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെല്ലാമുള്ള സാധ്യത നമ്മുടെ കേരളത്തിലുണ്ട്. അത് ശരിക്കും പൂർണ്ണ രീതിയിൽ മുതലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ധാരാളം സ്കോപ്പ് ഉണ്ട് അതിനെ വിലയിരുത്തൽ. പിന്നെ ഗവൺമെൻറ് സപ്പോർട്ട് ഇൻ കേരള അത് ഒന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഡോക്ടർ ജോസഫ് സാറിൻ്റെ കോവളത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, നല്ല ഹോസ്പിറ്റലുകൾ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ടൂറിസത്തിനെ അട്രാക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ മാറ്റിയെടുക്കാൻ സാധ്യതയുള്ളതാണ്. ജോസഫ് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷൻസ് കൊണ്ടും കോവളത്തിൻ്റെ സാമീപ്യം കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റു മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ കോഴിക്കോട്, അതുപോലെ നമ്മുടെ കോട്ടയത്തുള്ള ട്രിവാൻഡ്രത്ത്, അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടി വരും. അതായത് നമ്മൾ കിടത്തി ചികിത്സിക്കേണ്ടി വന്നാൽ പാർട്ട്നേഴ്സ് വന്നാൽ അവരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള, ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകണം. പിന്നെ നല്ല ഹോസ്പിറ്റൽസിൻ്റെ അപാകത ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ രീതിയിൽ അതും ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതലായിട്ട് ഇനി ഡോക്ടർ സുഗതൻ സാർ വരുമ്പോൾ അദ്ദേഹം ഇതിന് കൂടുതൽ വിസ്തരിക്കും എന്നുള്ള കാര്യം കൊണ്ട് എനിക്ക് കൂടുതൽ പറയാനില്ല. എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാനും തയ്യാറാണ്. ഇതിൽ ഹോമിയോപ്പതിക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. തീർച്ചയായിട്ടും വളരെയധികം സ്കോപ്പ് ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ടൂറിസവും ഹോമിയോപ്പതിക്കും ലിങ്ക് ചെയ്യാനും പരസ്പരം അതിനെ ഡെവലപ്പ് ചെയ്യാനും, അതുപോലെ കണക്ടിവിറ്റി പോലെയുള്ള ഇത് തമ്മിലുള്ള കണക്ടിവിറ്റിയും ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നല്ല പ്ലാനിങ് ഉണ്ടായിരിക്കും. നല്ല പ്രൊഫഷണൽ രീതിയിലുള്ള പ്ലാനിങ് ശരിക്കും പറഞ്ഞാൽ ഇതിനാവശ്യമാണ്. അതിപ്പോൾ ടോട്ടലി ലാക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ല, എന്നാൽ പോലും അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ എവിടെയൊക്കെയാണ് വേണ്ടത്, ഹോമിയോപ്പതിയിൽ എവിടെയൊക്കെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത്, അവരുടെ കണക്ടിവിറ്റിക്കുള്ള സംവിധാനം എന്താണ് ചെയ്യേണ്ടത്, ട്രീറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ രീതിയിൽ വേണം. ഈ വക കാര്യങ്ങളിൽ ഒരു ടോട്ടലായിട്ടുള്ള ഒരു നമ്മുടെ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞ പോലെ ഈ പ്ലാനിങ്, ആ രീതിയിലൊരു പ്ലാനിങ്ങാണ് ആവശ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെയധികം സ്കോപ്പുള്ള ഒരു മേഖലയാണ് ശരിക്കും ഹോമിയോപ്പതി. ഓൾറെഡി അത് തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ലിങ്ക് ചെയ്ത് അതിനുള്ള സാധ്യതകൾ വളരെ ഏറെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഞാൻ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതിൽ പല അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അത് പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനും തയ്യാറാണ്. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഡോക്ടർ മനോജ് ആണ് ഇതിനെ ശരിക്കും പറഞ്ഞാൽ പ്രേരക ഘടകം, ഇൻസ്പയർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ. ഞാൻ പിന്നെ അതിനകത്ത് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയാണ്. ശരിക്കും ഹോമിയോപ്പതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടൂറിസത്തിൽ കുറേ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ചില പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ മേഖലയിലും കുറേ താല്പര്യമുള്ളതാണ്. ഡോക്ടർ മനോജ് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഒരു കോൺസെൻട്രേഷൻ നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും എത്രമാത്രം ഈ ചുരുങ്ങിയ ഉള്ളിൽ യുവ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മലയാളത്തിൽ പറയുക തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പോസ്റ്റ് ചെയ്യുന്നതല്ല,
ഇംഗ്ലീഷിലാണ് ഇത് കുറെ കൂടെ പറയാനായിട്ട് കുറച്ചുണ്ട്. പക്ഷെ മലയാളത്തിലാകുമ്പോൾ അതിലുള്ള ലിറ്ററേച്ചറും ഒക്കെ വളരെ പിന്നെ പരിമിതമാണ്. അത് വലിയ കുഴപ്പമില്ലാതെ സാധിച്ചു എന്നാണ് ഇന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ. തീർച്ചയായിട്ടും വിജയിച്ചു സാർ. കാരണം സാർ അതിന് ഇൻഫ്രാസ്ട്രക്ചർ ചാലഞ്ചസ് എന്താണെന്ന് പറഞ്ഞു, ഈ സ്റ്റോക്ക് ഹോൾഡേഴ്സ് എന്താണെന്ന് പറഞ്ഞു, അതിലെ സ്ട്രാറ്റജീസിനെ കുറിച്ചുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിരുന്നുള്ളത് വളരെ വ്യക്തമാണ്, പകൽ വെളിച്ചം പോലെ സത്യമാണ്. മാത്രമല്ല ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാം, നമ്മുടെ ഈ സെഷൻ ഈ പാറപ്പുറത്ത് വിതച്ച വിത്ത് പോലെ ആകില്ല, 100% ഉറപ്പുണ്ട്. നമ്മുടെ സുഗതങ്ങൾ കേൾക്കും, മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സാറ് പറഞ്ഞ പോലെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മഴകാന്തിയിൽ മുങ്ങി മുങ്ങി, പാത്രമുള്ള കരളും വഴിയും കവർന്നു മിന്നി, കറയറ്റ അസൽ ഗ്രാമഭംഗിയുള്ള കേരളത്തിൽ നല്ലൊരു സാധ്യതയുണ്ട്. ഡോക്ടർ സുഗതനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആശംസകൾ. സുഗതൻ സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്യണേ, അൺമ്യൂട്ട് ചെയ്യണം. സ്ക്രീനിന്റെ താഴെയായിട്ടൊരു മൈക്ക് സിമ്പൽ ഉണ്ട്, അത് തൊട്ടാൽ മതി. ഓക്കെ. ക്ലിയർ. ഓക്കെ. പ്രിയപ്പെട്ട ഡോക്ടർ മനോജ്, നമ്മുടെ 1534 ദിവസത്തെ പ്രോഗ്രാമാണ്. പ്രത്യേകിച്ചും ഈ നമ്മുടെ IFPHനകത്ത് പ്രത്യേകിച്ചും ഡോക്ടർ തിരഞ്ഞെടുക്കുന്ന വിഷയം എന്ന് പറയുന്ന വേറിട്ട വിഷയങ്ങളാണ്. അപ്പൊ വേറിട്ട വിഷയങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുക അല്ലെങ്കിൽ അതിലേക്ക് ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള വിഷയമാണ്. അതേസമയം ഞാൻ മനസ്സിലാക്കുന്ന വളരെയധികം പേര് ഇതിനോട് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടകനായ ഡോക്ടർ ഐസക് മത്തായി സാറ്, അദ്ദേഹത്തിന്റെ കാരണം ഇത് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ വ്യക്തി വേറെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. ഇതിന്റെ എല്ലാ സാധ്യതകളും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 10-40 വർഷത്തുള്ള എക്സ്പീരിയൻസിലൂടെ അദ്ദേഹം സ്വായത്തമാക്കിയിട്ട് അതിന് ഹോമിയോപ്പതിയുടെ റോളുകളെല്ലാം തന്നെ അദ്ദേഹം പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനം വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഞാൻ അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും ഞങ്ങളുടെ സ്ഥാപനത്തിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് അദ്ദേഹം സംസാരിച്ചു, അതിന്റെ ഡിഫിക്കൽട്ടീസ് സംസാരിച്ചു, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് സംസാരിച്ചു. അപ്പൊ ഇതിൽ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു അറിവ് കിട്ടാൻ വേറെ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഒരു വേറിട്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ജോസ് ഐസക് സാറ്. എന്റെ ഗുരുനാഥനാണ്. അപ്പൊ അദ്ദേഹവും വളരെ ഈ വിഷയത്തിൽ, അതായത് അദ്ദേഹം മിക്കവാറും സന്ദർശിക്കാത്ത രാജ്യങ്ങളില്ല എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് തന്നെ കോവളത്തിന്റെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ പോസിറ്റീവ് വിഷയങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 2 വ്യക്തിത്വങ്ങളും വളരെ നല്ല വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ പരീദ് ഖാൻ സാറ്, അദ്ദേഹം വളരെ അടിസ്ഥാനപരമായിട്ട് തന്നെ ഈ കാര്യങ്ങളെ നോക്കിക്കാണുകയും വളരെ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൈഡൻസ് വളരെയധികം നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇതുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം കാര്യങ്ങൾ ഇതിനോട്ട് തുടങ്ങാൻ പോകുന്ന ആളിന് അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ടൂറിസത്തിൽ എനിക്ക് 1-2 വിഷയങ്ങൾ പറയാനുള്ളത്, അദ്ദേഹം പലതും മത്തായി സാർ പറഞ്ഞതിനെ ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ന് ഇന്ത്യയില് ഇതിനൊരു അനുകൂല സാഹചര്യമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ആ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഫെസിലിറ്റീസിനൊക്കെ ഓവർകം ചെയ്യാൻ ഇൻഷുറൻസ് മേഖലയെ നമുക്ക് ത്വരിതപ്പെടുത്തിയിട്ടുള്ളൊരു സംവിധാനം സെൻട്രൽ മിനിസ്ട്രി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 8-ാം തീയതി ചെന്നൈയിലെ അതിന്റെ ഒരു സെൻസിറ്റേഷൻ പ്രോഗ്രാമിന് പങ്കെടുത്തിരുന്നു. ആയുഷിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധയിൽ വെച്ചാണ് ആ പ്രോഗ്രാം നടന്നത്. അത് ഇന്ത്യയിലെ 3ാമത്തെ പ്രോഗ്രാമാണ് നടക്കുന്നത്. ആദ്യം ഡൽഹിയിൽ നടന്നു, അത് കഴിഞ്ഞിട്ട് എനിക്ക് മഹാരാഷ്ട്രയിലോ കൽക്കട്ടയിൽ എവിടെ വെച്ചൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ട്. അതിന്റെ 3rd പ്രോഗ്രാം ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഈ ഇൻഷുറൻസിന് എങ്ങനെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവയർനെസ് കൊടുക്കുന്ന പ്രോഗ്രാമാണ്.
തീർച്ചയായിട്ടും വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന അദ്ദേഹം സംസാരിച്ചതിനെ ഒരു ചീപ്പറായിട്ടല്ല, നമ്മളിപ്പോ ഒരു പേ ചെയ്യുമ്പോൾ ആ പേയിങ് എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ളതിന് ഇൻഷുറൻസ് പിന്നെ മേഖല സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മുടെ ഒരു അവയർനെസ് കൊണ്ടുവരേണ്ടതാണ്. ആ അവയർനെസ്സിന് തീർച്ചയായിട്ടും അത് ഈ സംഘടനയ്ക്ക് നിന്നുകൊണ്ട് തന്നെ സാധാരണ ഡോക്ടർമാരിൽ ഈ അവയർനെസ് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിനൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇത് മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഇതിലോട്ട് വരുന്ന ഈ ഒരു സംരംഭകർക്ക് വ്യക്തമായ ഒരു അടിസ്ഥാനമായിട്ട് ഈ വിഷയത്തിൽ ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു വിഷയം ഇതിനകത്തുണ്ട്. അത് നമ്മുടെ ഈ IAPHന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇപ്പൊ ഒരു സാധാരണ ഒരു ഐഡിയ കിട്ടിയെന്ന് എന്നെ പോലെ ഒരു വ്യക്തിക്ക് കൂടുതൽ ഐഡിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം മെഡിക്കൽ ടൂറിസം, ഹോമിയോപ്പതി സാധ്യതകളും ആഗോള അവസരങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ. അപ്പൊ ഈ ടൈറ്റിലിനകത്ത് സാധ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആഗോള അവസരങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളതാണ്. ഈ അടിസ്ഥാന സൗകര്യ വികസനം ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഉണ്ടാക്കേണ്ടത്. അതായത് ഈ വികസനം ഉണ്ടാക്കേണ്ടുന്നതിൽ ഒരു മോഡലായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അതൊരു മെഡിക്കൽ കോളേജിന്റെ സെറ്റപ്പുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിവിധ സംയോജിത ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംവിധാനം അവിടെ കൊടുക്കാൻ പറ്റും. ഈ ഒരു ഇതിനെ കൂടുതലിലോട്ട് ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ അവയർനെസ് കൂടുതൽ കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ഇന്ന് ഈ ഹാപ്പിനെസ് ടൂറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും വളരെ പ്രശസ്തമായ രീതിയിൽ വരികയാണ് ഹാപ്പിനെസ് ടൂറിസം. അപ്പൊ നമുക്ക് അതിനകത്ത് ഈ ഹാപ്പിനെസ് ടൂറിസത്തിനകത്ത് ഐസക് മത്തായി സാർ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് സംയോജിക്കാൻ പറ്റുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് യോഗയാണ്. യോഗയും നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ഇപ്പം മെഡിസിൻ ഇല്ല എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പം നാച്ചുറോപ്പതി എവിടെയും നമുക്ക് ചേർത്ത് വെക്കാന്നുള്ള വിഷയമാണ്. അപ്പൊ ഇന്ന് അതിന് നമുക്ക് വളരെയധികം സാധ്യതകളുണ്ട്. ഈ ഹാപ്പിനെസ് ടൂറിസം നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനോടുകൂടി ഹോമിയോപ്പതി എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഒരു കണക്റ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ഇപ്പം ജോസഫ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ എയർ കണക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റോഡ് കണക്ടിവിറ്റി ഒരു പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ സീ കണക്ടിവിറ്റി നമുക്ക് പിന്നെ സീ പ്ലെയിനിന്റെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വളരെ ഇന്നും നിലയൊക്കെ അതിന്റെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് വാർത്താ മാധ്യമങ്ങളിൽ. പക്ഷെ അവിടെയും നമുക്കൊരു കണക്ടിവിറ്റിയെ വന്നിട്ട് നമ്മുടെ ഈ ഒരു കണക്ടിവിറ്റിയെ കൂടെ നമുക്കിപ്പം മറ്റ് സംയോജിത ചികിത്സാ രീതിയുടെ ഒരു കണക്ടിവിറ്റിയുടെ നമ്മുടെ ചില വിഷയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഹോമിയോപ്പതിയിൽ വളരെ നല്ല പ്രഗത്ഭരായ ഡോക്ടർമാരും പ്രഗത്ഭമായിട്ട് ചികിത്സിക്കാൻ അറിയാവുന്ന ഒത്തിരി ഡോക്ടർമാരുള്ള ഒരു സൗത്ത് മൊത്തം അങ്ങനെയുണ്ട്. കേരളം മാത്രമല്ല, സൗത്ത് കൂടെ ഞാൻ പറയുകയാണ്. അത് കർണാടക ആയാലും ശരി, തമിഴ്നാടായാലും ശരി, കേരളം കുറച്ചുകൂടെ കൂടുതൽ അഡ്വാൻസ്ഡ് ആണെന്ന് പറയാം. പക്ഷെ അവിടെ മറ്റു ചികിത്സാ ശാസ്ത്രത്തിന് നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഹോമിയോപ്പതി മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ അതിനിന്ന് പ്രസക്തി കുറഞ്ഞു വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലരും അതിൽ നിന്ന് സക്സസ് ആവുകയാണെങ്കിലും പ്രസക്തി കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ സംയോജിത ചികിത്സാ രീതിയിൽ കൂടുതൽ സാധ്യതയുണ്ട്. ആ സാധ്യത എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് സെറ്റപ്പിലും വേണം, നമ്മുടെ പിന്നെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അതായത് ഇതുപോലെ ഹെൽത്തി ടൂറിസം ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഹാപ്പി ടൂറിസം ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം സംരംഭങ്ങളിൽ കൂടുതൽ അവയർനെസ് നമ്മൾ കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രംഗത്ത് കൂടുതൽ സാധാരണ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. സാധാരണ ചികിത്സ സ്വീകരിക്കാൻ വരുന്നവരെയും നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിൽ നമ്മുടെ ഈ പ്രത്യേകിച്ചും പരീത് ബാവ സാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ആധികാരികമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ആധികാരികമായിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. കാരണം ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു അഡ്വൈസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ജോസഫ് സാറായാലും ശരി, ഐസക് മത്തായി സാറായാലും ശരി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഈ ഇതിനകത്ത് നമ്മൾ ഇന്നിപ്പോ ഈ ശക്തമായിട്ട് പിന്നെ ഐസക് മത്തായി സാറ് ഹെൽത്തിന്റെ ഹീലിംഗ് പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് അപ്രോപ്രിയേറ്റ് ഫുഡ് നമുക്ക് വളരെ അന്യം ഒരു വിഷയമാണ്. കാരണം ഇന്ന് നമുക്ക് രോഗങ്ങൾക്ക് കാരണം പ്രധാനപ്പെട്ട ആഹാരമാണ്.
അപ്പൊ നമ്മൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ ഫീൽഡ് നമ്മൾ വളരെയധികം പോയി കഴിഞ്ഞു. അപ്പൊ നമ്മളൊരു സാധാരണ ഇന്ന് കുഞ്ഞുങ്ങൾ മുതൽ ഈ ഒരു ഫുഡ് നമ്മുടെ പഴയ രീതിയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് തികച്ചും മാറി നിന്നുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഫുഡ് ഇൻടേക്ക് എന്നുള്ളത് വരുന്നത്. അതുപോലെ ലൈഫ് സ്റ്റൈലിനകത്ത് മാറ്റം വന്നു. അപ്പൊ ഈ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇതില് ഫുഡിന്റെ കാര്യത്തിൽ വരണം, ഹീലിംഗ് പ്രോസസ്സിന്റെ കാര്യത്തിൽ വരണം, ലൈഫ് സ്റ്റൈലിന്റെ കാര്യത്തിൽ വരണം, മറ്റ് ചികിത്സകളെ സമന്വയിക്കുന്ന കാര്യത്തിൽ വേണം, അതുപോലെ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ വേണം, അതുപോലെ ഇന്ന് പിന്നെ മാനസിക വൈകല്യം എന്നുള്ള ഒരു കോമൺ ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. അവിടെയും നമ്മൾ ഒരുപാട് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ സംയോജിച്ചുകൊണ്ട് നമുക്കൊരു സിലബസ് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനാണ് വളരെ ഇമ്പോർട്ടന്റ്. ആ ഒരു സിലബസിന് പ്രാധാന്യമുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ എങ്ങനെയാണ് ഒരു ഹോമിയോപ്പതി സിലബസിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇന്ന് ഒരുപാട് കോഴ്സുകൾ നടക്കുന്നുണ്ട്. ഇത് ഇന്ത്യ ലെവലിലുണ്ട്, നാഷണൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത് കോഴ്സസ് ഒരുപാടുണ്ട്. അതുപോലെ ആർട്ട് ഓഫ് ഹെൽത്ത് ടൂറിസം ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ സംവിധാനം. അപ്പൊ എക്സർസൈസുകളെ പലതും ക്രമീകരിച്ചുകൊണ്ട് യോഗയും എക്സർസൈസും കൂടെ കണക്ടിവിറ്റി ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലെല്ലാം എങ്ങനെ ഹോമിയോപ്പതിയെയും അത് ഉൾപ്പെടുന്ന സ്പെഷ്യാലിറ്റിയും കൂടെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ആധികാരികമായിട്ട് ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുക. അത് നമ്മുടെ നാഷണൽ കമ്മീഷൻ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് യൂണിവേഴ്സിറ്റിയെ കൊണ്ട് കാരണം ഇപ്പൊ ഒരുപാട് ഇലക്ടീവ് കോഴ്സസ് നമ്മുടെ പുതിയ CBDC ക്രൈറ്റീരിയ പ്രകാരം CBDC സിലബസ് ആണ് നമുക്ക് ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്തത്. കഴിഞ്ഞ ഈ 2 വർഷമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാണ് UG ലെവലിലും PG ലെവലിലും. ആ ലെവലിൽ കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങളെയും കൂടെ കണക്ടിവിറ്റി നാഷണൽ കമ്മീഷന് കൊണ്ടുവരാൻ സാധിച്ചാൽ ആ നാഷണൽ കമ്മീഷനിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അടുത്തും വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു 5 കൊല്ലമായിട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഈ വിഷയത്തിൽ നമ്മുടെ ഒരു പ്രഷർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഘടനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ സംഘടനാധിഷ്ഠിതമായി സംഘടനകൾ ഇതൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. സംഘടനകൾ ഈ കാര്യം എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കിതിൽ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളതും. ഈ ഒരു വിഷയത്തിൽ എന്നെ എന്നെ ക്ഷണിച്ചതിനും എനിക്ക് 2 വാക്ക് പറയാനുള്ള ഒരു അവസരം തന്ന ഡോക്ടർ മനോജ് സാറ്, IFPH എന്നിന്റെ പിന്നെ നിർവാഹികൾക്കും അതുപോലെ ഈ പ്രഭാഷണം കേൾക്കാനും എനിക്ക് സാധിച്ചു. നല്ലൊരു അവസരമായിട്ട് കേട്ടുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. പതിവ് പോലെ ഡോക്ടർ സുഗതൻ വളരെ ആധികാരികമായിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് എത്തിയെന്നുള്ള എന്റെ അറിവില് ഒരു പ്രിൻസിപ്പൾ ആകാൻ ഇത്രയധികം അധ്വാനിച്ചിട്ടുള്ള മനുഷ്യൻ വേറെ കാണണം. കാരണം ദിവസവും ഡൽഹി ബാംഗ്ലൂർ ഇങ്ങനെ യാത്രയാണ്. ഈ മനുഷ്യൻ യാത്ര ചെയ്തിട്ടുള്ള ഒരാൾ ഒരുപക്ഷെ അത്രത്തോളം ഒരു ഹോമിയോ കോളേജിനോട് യാത്ര എന്റെ അറിവില്ല. അത്രത്തോളം എല്ലാവരും പറയുന്നത് ഇങ്ങനെ കേട്ടുകൊടുന്ന് വളരെ ബുദ്ധിപരമായ തീരുമാനമെടുക്കുന്ന ഡോക്ടർ സുഗതനെ എല്ലാം ആരുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും വളരെ നന്ദി ഡോക്ടർ സുഗതൻ. എന്തെങ്കിലും ഇനി ഒരു 5 മിനിറ്റ് സമയമുണ്ട്. അഭിപ്രായങ്ങൾ, ചർച്ചകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ഹാൻഡ് റൈസ് ചെയ്യുക. അബ്ദുൽ സലാം സാർ എന്ത് പറയുന്നു? നമ്മൾ ഏറ്റവും അധികം വിലമതിക്കുന്ന ഒരു ഹോമിയോപ്പതി സ്നേഹി കൂടിയാണ് അബ്ദുൽ സലാം സാർ. ടൂറിസം നമുക്ക് കേരളത്തിൽ ഇന്നിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ, പാർക്കർ ടൂറിസം. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കണ്ട് ന്യൂസില്. അതുപോലെ തന്നെ നമുക്ക് ഹോമിയോപ്പതി എല്ലാ ആയുഷ് സിസ്റ്റം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ വീണ്ടും IFPHന്റെ സഹകരണത്തോട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും നന്നായി വിഷയം അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രത്യേകം. പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ ഐസക് മത്തായി സാർ കൂടി വന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും ക്യാമറ ആളുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ മുമ്പത്തെ പോലെ വിളിക്കണം എന്നുകൊണ്ട് അഭ്യർത്ഥിക്കണം. ഓക്കെ, താങ്ക്സ്. ഡോക്ടറെ തീർച്ചയായും വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. കാരണം നമ്മളിങ്ങനെ ഒരു മെഡിക്കൽ ടൂറിസത്തിനെ കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യണം തന്നെ വ്യത്യസ്ത വിഷയമായി മാറി. എന്തുകൊണ്ടാണ് ഈ IFPHന്റെ അനിവാര്യത എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഈ ദൈനംദിന കാര്യങ്ങളിൽ മറ്റ് സംഘടനകൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള പുതിയ ആശയങ്ങൾ ചർച്ച ചെയ്യാനും അത് സമൂഹത്തിൽ എത്തിക്കാനും നമ്മുടെ ഇപ്പൊ തന്നെ സുഗതൻ സാറ് അതിന്റെ കൺക്ലൂഡിംഗ് പാർട്ടിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് നമ്മുടെ നാഷണൽ കൗൺസിലിന്റെ പഠന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം.
അപ്പൊ ആ ലെവലിലോട്ട് വരെ നമുക്ക് ചർച്ച കൊണ്ടുപോകാൻ പറ്റിയെന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു ചർച്ച വിഫലമല്ല. കാരണം ഈ ഉദ്ഘാടകനായി വന്ന ഐസക് മത്തായി ഡോക്ടറുടെ കാര്യം പറയാൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, എൻ്റെ ആത്മസുഹൃത്താണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ ഈ റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന് FF ഹോമിയോപ്പതി ഓണററി UK നിന്ന് കിട്ടി എന്ന് മാത്രമല്ല, വളരെ റീസെന്റ് ആയിട്ടാണ് അവിടെ ചാൾസ് കുമാരൻ അവരൊക്കെ വന്നിട്ട് പോയത്. കാരണം ഇതെല്ലാം ഒരു പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയായിട്ടാണ്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒക്കെ ഫ്രണ്ട് പേജിൽ ഒരു വലിയ നല്ല കവറേജ് കിട്ടിയ വാർത്തകളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥ ശ്രമങ്ങളാണ്. ഇവിടുന്ന് ഹോമിയോപ്പതി കഴിഞ്ഞ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ പഠിച്ച ഉടനെ തന്നെ അന്ന് അവിടെ യോഗ വന്നപ്പോൾ അത് പഠിക്കുകയും അതിന് അദ്ദേഹം തന്നെയാണ് 2 സ്വാമിമാരെയൊക്കെ കോളേജിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് തന്നെ അതിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയും അതിനുശേഷം അദ്ദേഹം അത് സ്വായത്തമാക്കുകയും അത് നല്ല രീതിയിൽ വിദേശത്ത് പോയി പ്രചരിപ്പിക്കുകയും അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വലിയ ഐഡിയ മനസ്സിലുണ്ടാകുകയും അത് ശരിയായ രീതിയിൽ ശരിയായ സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ബാംഗ്ലൂർ സെലക്ട് ചെയ്തത്? അപ്പൊ അതിന്റെ ഉദ്ദേശം തന്നെ വളരെ വ്യാപകമായ ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ചിന്ത അതിനുശേഷം വളരെ ചുരുക്കം പേർക്കാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് മാതൃകയാക്കിക്കൊണ്ട് ഇന്ന് ഒത്തിരി ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ജോസ് ഐസക് സാർ ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ സാറും ഇപ്പോഴൊരു ചെറിയ റിസോർട്ടൊക്കെ തുടങ്ങി. അത് ഹോമിയോപ്പതിയുടെ ഭാവിയുടെ വികസനത്തിന് വേണ്ടി തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ പരിപാടികൾക്ക് സാർ അത് ഫ്രീ ആയിട്ട് വിട്ടുതരികയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള ടൂറിസം സാധ്യതകൾ ഹോമിയോപ്പതി ഡോക്ടർമാർ ഉപയോഗിക്കാൻ നമ്മുടെ ഈ ചർച്ചയ്ക്ക് കാരണമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. സംശയങ്ങൾ തൽക്കാലം ചോദിക്കുന്നില്ല, കാരണം സമയപരിമിതി ആയതുകൊണ്ട്. അതെന്തായാലും ഗണേഷ് ഡോക്ടർ വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് ചൂണ്ടിക്കാണെങ്കിൽ മിടുക്കനാണ്. എൻ്റെ ഒരു ആഗ്രഹം ജോസ് ഐസക് സാർ ഹോമിയോപ്പതിയിൽ ആദ്യത്തെ ശതകോടീശ്വരനാണോ എന്നുള്ള എൻ്റെ ആഗ്രഹം. നമുക്ക് അതുപോലെ ഒരുപാട് സമ്പന്നരായ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഹോമിയോപ്പതി രക്ഷയുണ്ടാവുള്ളൂ. ഞാൻ ഓരോ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഇന്ന് ഇതിനൊക്കെ ചെയ്യണം, അടുത്ത വർഷം ഇത്ര എത്തണം. ഞാൻ അങ്ങനെ കുറെ പേര് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാണ് ജോസ് ഐസക് സാർ. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് വളരെ ആധികാരികമായി സമഗ്രമായി നന്ദി പറയാനായിട്ട് മറിയാമ്മ ഡോക്ടർ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മെഡിക്കൽ ടൂറിസം, ഹോമിയോപ്പതിയുടെ സാധ്യതകളും ആഗോള അവസരങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും എന്ന വിഷയത്തിൽ IFPH ഇന്ന് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും യോഗ നാച്ചുറോപ്പതിയുമായി ചേർന്നുള്ള സംയോജിത ചികിത്സയെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത ബാംഗ്ലൂർ സൗഖ്യയുടെ ഡയറക്ടർ ഡോക്ടർ ഐസക് മത്തായി സാറിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് മുൻ പ്രൊഫസറും അന്താരാഷ്ട്ര തലത്തിൽ ഹോമിയോപ്പതിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോസ് ഐസക് സാറിന് വിനയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആശംസ അർപ്പിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുകയും ഹാപ്പിനെസ് ടൂറിസത്തെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്ത ശാരദകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ NV സുഗതൻ സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുകയും മെഡിക്കൽ ടൂറിസത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയും ചെയ്ത മുൻ അഡീഷണൽ കമ്മീഷണർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ശ്രീ പരീത് ബാവഖാൻ സാറിന് വിനയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഷൈല ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ നടത്തിപ്പുകാരനും മോഡറേറ്ററും കൂടിയായ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ചീഫ് മെഡിക്കൽ ഓഫീസർ GS മനോജ് ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPHന്റെ പ്രതിദിന സൂം വെബിനാറിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ധനേഷ് ഡോക്ടർക്കും സുബർട്ട് ഡോക്ടർക്കും അനിൽകുമാർ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ഇത്രയും ഭംഗിയാക്കി തീർക്കാൻ ഇതിൽ പങ്കെടുത്ത
എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും പേരുപേരായി നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ 1534 പ്രതിദിന സൂം വെബിനാർ ഇത്ര നല്ല രീതിയിൽ നടത്താൻ സാധിച്ചതിന് ഈശ്വരന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അപ്പോ ഇനി വ്യാഴാഴ്ച നമ്മുടെ ശിശുദിനം പ്രമാണിച്ചുള്ള മലയാള പരിപാടി, പ്രത്യേക പരിപാടിയുണ്ട്. എല്ലാ കുട്ടികൾ ആണ് അവതരിപ്പിക്കുന്ന പ്രാർത്ഥനാ ഗാനം മുതൽ എല്ലാം തന്നെ എല്ലാവരും പങ്കെടുക്കണം. അതുപോലെ ധാരാളം പരിപാടി ഇനിയും വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു ദിവസം ഇവിടെ സമാപിക്കുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും സുഖനിദ്ര, ശുഭരാത്രി. നന്ദി, നമസ്കാരം.